വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പമായിരിക്കും ഇടതുപക്ഷമെന്ന് ജോൺ ബ്രിട്ടാസ് എം പി. കേരള മുസ്ലിം ജമായത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്രയ്ക്ക് കോഴിക്കോട് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ജോൺ ബ്രിട്ടാസ്. വെനിസ്വേല എന്ന് പറയുന്ന ഒരു പരമാധികാര രാഷ്ട്രത്തെ കീഴ്പ്പെടുത്തി അതിന്റെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയെയും തടവിലാക്കി കടത്തിക്കൊണ്ടുപോകുക എന്ന കാടത്തം അമേരിക്കൻ സാമ്രാജ്യത്വം കാണിച്ചപ്പോൾ കോഴിക്കോട് നിന്ന് അദ്ദേഹം ശബ്ദമുയർത്തിയത് ഇന്ത്യയല്ല ലോകം തന്നെ ശ്രദ്ധിക്കുമെന്ന് ഞാൻ വിചാരിക്കുക. വെനസ്വേലയിൽ അമേരിക്ക നടത്തുന്നത് കൊടും ക്രൂരതയെന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. അമേരിക്കയ്ക്കെതിരായ ചേരിയിൽ ഇന്ത്യ നിലകൊള്ളണമെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ആവശ്യപ്പെട്ടു. സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങൾക്കെതിരെ ഉള്ള ഒരു അക്രമമായ നീക്കമാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ തികച്ചും അതിനെതിരായി സംഘടിച്ച രാഷ്ട്രങ്ങളോടൊപ്പം നിന്ന് ഇതിനെതിരെ പോരാടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. പറയൂ സമീർ. SKN കേരള മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നടത്തുന്ന കേരള യാത്രയ്ക്ക് വലിയ സ്വീകരണമാണ് കോഴിക്കോട് ലഭിച്ചത്. ഇന്നും ഇന്നലെയുമായിക്കൊണ്ട് 2 ദിവസമായിട്ടായിരുന്നു കോഴിക്കോട് പര്യടനം. ഇന്നിപ്പോൾ മുതലക്കുളത്തായിരുന്നു അതിന്റെ സമാപന സമ്മേളനം. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ജോൺ ബ്രിട്ടാസ് MP ആണ്. അദ്ദേഹം കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ തുടരുന്ന അദ്ദേഹത്തിന്റെ മനുഷ്യർക്കൊപ്പം എന്നുള്ള ഈ പ്രമേയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അദ്ദേഹം എടുക്കുന്ന നിലപാടുകളെയും ശ്ലാഘിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കയ്യേറ്റങ്ങൾ നടക്കുന്നു, അതുപോലെ അതിക്രമങ്ങൾ നടക്കുന്നു. അത്തരം വേളകളിലൊക്കെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എടുക്കുന്ന നിലപാടുകൾ ഏറെ ശ്ലാഘനീയമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതോടൊപ്പം തന്നെ വെനിസ്വേലയിൽ നടക്കുന്ന ക്രൂരമായിട്ടുള്ള കൃത്യങ്ങളെ സംബന്ധിച്ചും അമേരിക്കയുടെ കടന്നുകയറ്റത്തെ സംബന്ധിച്ചും അദ്ദേഹം സംസാരിച്ചു. അത്തരം കാര്യങ്ങളിലൊക്കെ കാന്തപുരം എടുക്കുന്ന നിലപാടുകൾ ഏറെ അഭിനന്ദനാർഹമാണ് എന്നും ജോൺ ബ്രിട്ടാസ് MP പറഞ്ഞു. അതോടൊപ്പമാണ് എന്നും മതന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണ് ഇടതുപക്ഷം ഉണ്ടായിട്ടുള്ളത്. താൻ അത്തരം കാര്യങ്ങളാണ് രാജ്യസഭയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വോട്ട് നോക്കിയല്ല, വോട്ട് ചെയ്താലും ഇല്ലെങ്കിലും ന്യൂനപക്ഷങ്ങൾക്കൊപ്പം തന്നെയാണ് താനുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ഉറച്ചു നിൽക്കും എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ സംസ്ഥയുടെ സെന്റിനറിയുടെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരമൊരു യാത്ര കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തുന്നത്. അതിൻ്റെ ഉപനായകരായിട്ടുള്ള ഇബ്രാഹിം ഖലീൽ അൽ ബുഖാരി തങ്ങൾ, അതുപോലെ തന്നെ പേരോട് ഉസ്താദ് ഉൾപ്പെടെയുള്ളവരും MLA മാരായിട്ടുള്ള PT റഹീം, അതുപോലെ ലിൻഡോ ജോസഫ്, KM സച്ചിൻ ദേവ്, അഹമ്മദ് ദേവർ കോവിൽ തുടങ്ങിയിട്ടുള്ളവരും ഇതിനകത്ത് പങ്കെടുത്തു. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും കോഴിക്കോട് മുതലക്കുളത്ത് നടന്ന ഈ പരിപാടിയിൽ പങ്കെടുത്തു. വലിയ ഒരു ജനസഞ്ചയം തന്നെയായിരുന്നു അവിടെ ഒഴുകിയെത്തിയത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള യാത്ര തുടരുകയാണ്. 16-ാം തീയതി തിരുവനന്തപുരത്തായിരിക്കും ഈ യാത്രയുടെ സമാപന സമ്മേളനം ഉണ്ടാവുക. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.